YMCAയുടെ 2024-2025 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം മാവേലിക്കരയിൽ നടന്നു. ദേശീയ ട്രഷറർ റെജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. YMCAയുടെ 2024-2025 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം മാവേലിക്കരയിൽ ദേശീയ ട്രഷറർ റെജി ജോർജ് നിർവഹിച്ചു. അതിന്റെ പിന്നിൽ ഒരു വലിയ ദൈവവിളി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് YMCA പ്രസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായി ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച് വളരെ സജീവമായി ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ YMCA ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരള YMCA ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഉള്ള ഒരു പരാതിയും ആണ്, YMCA ഉള്ളവരെല്ലാം പ്രായമുള്ളവരാണ്. ഇതിവിടെ ബഹുമാനപ്പെട്ട ഓർമ്മത്തെ സാധിക്കുന്നു. ഈ YMCA പ്രസ്ഥാനത്തെ തൊട്ട് തലമുടി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് സാർ. ഇന്നും വളരെ സജീവമായി സാർ ഈ രീതിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രായമല്ല ഒരു ഘടകം, നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാണ്. മാനസികമായി നാം യുവത്വമുണ്ടോ നമുക്ക് ഉണ്ടെങ്കിൽ ഇന്നും നാം YMCAയുടെ അംഗങ്ങളായി YMCAയിൽ പ്രവർത്തിക്കുന്നവർ. അഭിനന്ദ തിരുമേനിയോട് സൂചിപ്പിക്കുകയുണ്ടായി, എന്ത് പറ്റി YMCA പ്രസ്ഥാനം. തിരുമേനി കൂട്ടിച്ചേർത്തു, സഭകൾക്ക് എന്ത് പറ്റും. എന്റെ മനസ്സിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട്, YMCA പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ സ്വത്ത് സമ്പത്തൊന്നും ഇല്ലായിരുന്നു. സഭകളും ആരംഭിച്ചപ്പോൾ സ്വത്ത് സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. 4 മുളങ്കാലുകൾ ചേർത്ത് വെച്ച് ഓലപ്പര ഉണ്ടാക്കി അതിൽ ആരാധിച്ചവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജോൺ ജേക്കബ് അധ്യക്ഷനായി. CSI സഭ കൊല്ലം കൊട്ടാരക്കര ഭദ്രാസനം ബിഷപ്പ് റവറന്റ് ഉമ്മൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ചെങ്ങന്നൂർ സബ് റീജിയൻ ചെയർമാൻ ജോസഫ് ജോൺ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ നാഷണൽ സെക്രട്ടറി KP ജോൺ സ്ഥാപക ദിനാചരണ സന്ദേശം നൽകി. സോണി ചെറിയാൻ തോമസ് ബജറ്റ് അവതരണം നടത്തി. ഡോക്ടർ പ്രദീപ് ജോൺ ജോർജ് സമാപന പ്രാർത്ഥന നടത്തി. CA സജു, സാമുവൽ മത്തായി, ഗീവർഗീസ് കൊയ്പ്പള്ളി, KV മാത്യു, സാജൻ N ജേക്കബ്, മാത്യു T ജോൺ, തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി TK രാജീവ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് PNB കൃതജ്ഞതയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. CDNet ന്യൂസ് മാവേലിക്കര.